ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വെട്ടുകേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. അതിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ചെറിയ ബൗളിൽ. അപ്പോൾ അതിനാവശ്യമായ പഞ്ചസാര. അപ്പോൾ 1 ബൗള് മൈദയ്ക്ക് ഞാനിവിടെ 1/2 ബൗള് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. പൊടിച്ച പഞ്ചസാരയാണ്. ഞാൻ അതിലോട്ട് 1 ഏലക്കായും കൂടി ഇട്ട് പൊടിച്ചിട്ടുണ്ട്. ഏലക്കായുടെ കുരു മാത്രം എടുത്ത് പഞ്ചസാരയുടെ കൂടെ നന്നായിട്ട് പൊടിച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, നിങ്ങൾക്ക് ഏലക്കായ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ. എന്നിട്ട് ആ പൊടിച്ച് വെച്ച പഞ്ചസാരയിലോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം, ഒരു ചെറിയ സ്പൂണിൽ. എന്നിട്ട് അതിലോട്ട് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഇതിലോട്ട് നിങ്ങളുടെ കയ്യിൽ എന്തോ ഉള്ളതെന്ന് വെച്ചാൽ നെയ്യാണോ ബട്ടറാണോ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു ലേശം പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അത് മഞ്ഞൾപ്പൊടി ചേർക്കുന്ന കളറിന് വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതുമാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ എഗ്ഗും പഞ്ചസാരയും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലെടുക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ഒരു ബാറ്റർ നമ്മുടെ ആ മൈദയിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അത് രണ്ടും കൂടി ഒരു ചപ്പാത്തി പരുവത്തിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. പൊടിയും നമ്മുടെ മുട്ടയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു നനവ് നമുക്ക് കുറവാണെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലേശം പാൽ ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്, പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഒരു പരുവം. നമ്മുടെ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന ഒരു പരുവത്തിൽ നമ്മൾ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു നനഞ്ഞ തുണിയിട്ട് മൂടി ഒന്ന് വെക്കാം. ഞാനിവിടെ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ്. അപ്പം നമുക്കത് നന്നായിട്ട് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലൊന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ആ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ എടുത്തു കഴിഞ്ഞിട്ട് നമ്മളത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കണം. നമ്മുടെ വെട്ടുകേക്കിന് ആവശ്യമുള്ള രീതിയിൽ ഒത്തിരി വലുതാക്കി മുറിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ പീസാക്കി മുറിച്ചിട്ട് നമുക്കതിന് ഷേപ്പ് കൊടുക്കാം. ഈ ഒരു ഷേപ്പാണ് സാധാരണ വെട്ടുകേക്കിന് കൊടുക്കുന്നത്. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പ് നമുക്ക് അതിന് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ എല്ലാം ഷേപ്പ് ചെയ്ത് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഈ നമ്മൾ ഷേപ്പ് കൊടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു വെട്ടുകേക്ക്. ഇനിയിപ്പോൾ നമുക്കൊരു ഫ്രൈങ് പാൻ വെച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എപ്പോഴും സൂക്ഷിക്കേണ്ടത് തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ. അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. കാരണം ഇതിൻ്റെ ഉള്ളെല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടേണ്ടതാണ്, വേകേണ്ടതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അത് പുറം ഭാഗവും അടിഭാഗവും എല്ലാം പെട്ടെന്ന് കരിയും, ഉള്ളു വെന്തിട്ടുണ്ടാവില്ല.
ഇനിയിപ്പോൾ നമ്മൾ പതിയെ ഒന്നത് മറിച്ചിട്ട് കൊടുക്കണം, കാരണം ഒത്തിരി സമയം ഒരു സൈഡ് തന്നെ വെച്ച് നമ്മൾ ഫ്രൈ ചെയ്യരുത്. അപ്പം ആ ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകുന്ന പോലെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ആ ഉള്ളും വെന്തിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പോൾ നോക്ക്, നമ്മുടെ വെട്ടുകയൊക്കെ നന്നായിട്ട് വിടർന്ന് വന്നിട്ടുണ്ട്. ഉള്ളെല്ലാം നന്നായിട്ട് വെന്ത് നന്നായിട്ടായിട്ടുണ്ട്. നമുക്കതൊരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം. അപ്പം എല്ലാവർക്കും വെട്ടുകയൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.